ആ ട്രിപ്പാണ്. വേറെ ടീച്ചേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ടീച്ചറെ വീട്ടിൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. ടീച്ചർക്ക് സുഖമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ കുട്ടികളൊക്കെ ഞാൻ വീട്ടിലാക്കിയിരുന്നു. ലീവ് ആയതുകൊണ്ട് അവിടെ ആക്കി അവരെ. അവരിപ്പോ എന്താ വരുമെന്നറിയില്ല. നാളെ വരുമെന്നൊന്ന് വിളിച്ചു നോക്കണം, അറിയില്ല. മൂവി കാണാൻ സമ്മതിച്ചില്ലല്ലോ. അതെന്താ നിന്നോട് ചോദിക്കുന്നത്? ആള് കുറവായിരുന്നല്ലേ? അത് എങ്ങനെ ഒരു മൂവിയാണ്? എനിക്ക് തോന്നി. ആള് കുറവുള്ള മൂവി നോക്കി ബുക്ക് ചെയ്തതാണെന്ന് എനിക്ക് തോന്നി. മൂവി അത് എന്താന്ന് പോലും കണ്ടില്ല ഞാൻ. ചിരിക്കുന്നേ? ഒന്നും ചെയ്തില്ലല്ലോ. ഒന്നും ചെയ്തില്ല. തനിച്ചാണോ അവിടെ? അങ്ങോട്ടായിരുന്നോ? നൈറ്റ് വീഡിയോ കോൾ ചെയ്യോ? അപ്പൊ വൈഫ് ഉണ്ടാവില്ല? ഇല്ല, വൈഫ് ഉണ്ടാവില്ല. എവിടെ പോയി? അവള് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. എന്നാ വീഡിയോ കോൾ ചെയ്യാം. നൈറ്റ് എത്ര മണിക്ക് വിളിക്കണ്ടേ? അമ്മ ഉണ്ട് ഇവിടെ, അമ്മായിയമ്മ. ഞാനൊരു മെസ്സേജ് അയക്കാം സമയം നോക്കിയിട്ട്. എത്ര മണിക്ക് കിടക്കും? ഒരു 10 മണിയൊക്കെ ആകുമ്പോ കിടക്കാൻ തോന്നാം. ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യാണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാം. റൂമിലേക്ക് കയറാം. അപ്പൊ കുഴപ്പമില്ല, ഞങ്ങള് മുകളിലാണ്. അപ്പൊ ഞാൻ റൂമ് അമ്മ താഴെ കിടക്കും. അപ്പൊ വലിയ ഫീലില്ല സൗണ്ട് ഉണ്ടെങ്കിൽ. പിന്നെ ഏട്ടനാ വിചാരിക്കും. ആയിക്കോട്ടെ, നമുക്ക് അടിപൊളിയാക്കാം. പിന്നെന്താ? വരാനായോ? ലീവ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ആഴ്ചത്തെ ലീവിന് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇങ്ങോട്ട് സ്ഥലം മാറി വരാൻ ചാൻസ് ഉണ്ട്. എന്താന്ന് അറിയില്ല. വന്നാ പിന്നെ ഒന്നും നടക്കില്ലല്ലോ. ഞാൻ വേറെ എങ്ങോട്ടേക്ക് സ്ഥലം മാറിക്കും. എവിടേക്ക് കിട്ടാനോ? ഞാൻ വെറുതെ പറഞ്ഞ. പിന്നെന്താ? പിന്നെ മക്കള് പോയിണ്ടാവില്ലേ? വൈഫിന്റെ കൂടെ വിളിക്കുമ്പോ നേരിട്ട് കാണാറല്ലേ? എന്ത് കാണാന്ന്? എന്തൊക്കെ കാണിക്കും? എന്റെ ഡ്രസ്സായിടുക. നൈറ്റെന്താ കിടക്കുമ്പോ എന്ത് ഡ്രസ്സായിടുക? സാധാരണ എന്താ ഇടാറ്? ഞാൻ നൈറ്റി.